ഹായ് എവ്രി വൺ, പി കെ ലേണിംഗ്സിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു പുതിയ PYQ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ PYQ ഗ്രാമറിൽ 2020 കവർ ചെയ്ത എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ആൻഡ് ആർട്ടിക്കിൾസ് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് വരുന്ന 2020 എല്ലാ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ വെക്കാബുലറിയിലെ 2 എപ്പിസോഡും ഗ്രാമറിലെ 1 എപ്പിസോഡും നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഡു വാച്ച് ദോസ് എപ്പിസോഡ്സ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടക്കാം. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് വെൻ ഇറ്റ് കംസ് ടു PSC എക്സാംസ്. കാരണം ഏതൊരു എക്സാമിലും എന്തായാലും, അതായത് ടെൻസ്, വെർബ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാത്ത ഗ്രാമറിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും ഏത് എക്സാം എടുത്ത് നോക്കിയാലും. സോ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്നുള്ളത് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിനുശേഷം സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്രയേ ഉള്ളൂ. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കണം. ഈ ലോജിക്ക് ഇവിടെ വരുന്നുള്ളൂ. അതായത് സബ്ജക്റ്റും വെർബും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കണം. ഈ ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് എല്ലാ സെന്റൻസും സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരാവുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റും പ്ലൂരൽ സബ്ജക്റ്റും. ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സിംഗുലർ സബ്ജക്റ്റിൽ ഒരു എസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്ലൂരലായി മാറുന്നത്. ഇപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ഒരു എസ് ആഡ് ചെയ്ത് ബുക്സ് ആയി കഴിഞ്ഞാൽ ബുക്ക് സിംഗുലറും ബുക്സ് പ്ലൂരലുമാണ്. ഇത് നമുക്കറിയാം. ഇതേ ലോജിക്കിൽ നമ്മൾ വെർബിനെ എടുത്തു കഴിഞ്ഞാൽ തെറ്റും. കാരണം ഡാൻസ് എന്ന് പറയുന്നത് പ്ലൂരലും ഡാൻസസ് എന്ന് പറയുന്നത് സിംഗുലറുമാണ്. അവിടെ എസ് ആഡ് ചെയ്യുമ്പോൾ സിംഗുലറും എസ് ആഡ് ചെയ്യാതിരിക്കുമ്പോൾ പ്ലൂരലുമാണ് ആവുന്നത്. കുക്ക് എന്ന് പറയുമ്പോൾ അത് പ്ലൂരലും കുക്സ് എന്ന് പറയുമ്പോൾ അത് സിംഗുലറും ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ഇവിടെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A small group of men is waiting in a queue outside the bakery. A small group of men is waiting എന്നാണ് അവിടെ പറയുന്നത്. ഈ is waiting ഇവിടെ ശരിയാണോ എന്ന് ചോദിച്ച് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. Waited, waits, are waiting, is waiting. അപ്പോൾ a small group of men waited in a queue അത് തെറ്റാണ്. A small group of men waits in a queue അതും തെറ്റാണ്. ഒന്നെങ്കിൽ are waiting അല്ലെങ്കിൽ is waiting. ഈ 2 ഫോമിൽ ഒരു ഫോമാണ് ശരിയെന്ന് നമുക്കറിയാം. അതിനകത്ത് ഈസ് വെയിറ്റിംഗ് തന്നെ അവർ ഒന്നും കൂടെ തന്നിട്ടുണ്ട്. അത് തരാൻ കാരണം ഗ്രൂപ്പ് ഓഫ് മെൻ എന്നുള്ളതാണ് ഇവിടെ കീവേഡ് വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് മെൻ. ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ് അല്ലെ? ഒരു കളക്റ്റീവ് നൗൺ ആയിട്ടാണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. മെൻ എന്ന് പറയുന്നത് ഓഫ് കഴിഞ്ഞു വരുന്ന, അതായത് പ്രിപ്പോസിഷൻ കഴിഞ്ഞു വരുന്ന നൗണിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് തൽക്കാലം എടുക്കുന്നില്ല. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കണം. അതിന് നമ്മൾ സിംഗുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓബിയസ്ലി ഈസ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് ശരിയാണ്. ഈസ് ആണോ ആർ ആണോ പ്ലൂരൽ, ഈസ് ആണോ ആർ ആണോ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ്. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓബിയസ്ലി ഈസ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് ശരിയാണ്. ഈസ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ആൻസർ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് മെനിൽ ഗ്രൂപ്പ് ആണ് സബ്ജക്റ്റ് വരേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈസ് വെയിറ്റിംഗ് ആണ് ആൻസർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഇസ് വെയിറ്റിംഗ് ഇൻ ദ ക്യൂ എന്നുള്ളതാണ്. ഈസ് വെയിറ്റിംഗ് ആണ് അതിന്റെ ആൻസർ. ഇറ്റ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ദ മെയിൻ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് ഗ്രൂപ്പ് ആണ്, മെൻ അല്ല. സബ്ജക്ട് ഗ്രൂപ്പ് സിംഗുലർ, വെർബും സിംഗുലർ വരണം. അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പിന് എന്താണ് വെർബ് വരേണ്ടത്? ഈസ് ആണ് വെർബ് വരേണ്ടത്, ആർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമൻ കുക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, അതായത് കുക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരൽ ആണ്. കുക്സ് വന്നാലേ അത് സിംഗുലർ ആകൂ. ഓക്കെ, ഇവിടെ വിമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വുമൻ എന്ന ഇറഗുലർ സിംഗുലർ വേർഡിന്റെ പ്ലൂരൽ ആണ് വിമൻ എന്ന് പറയുന്ന ഇറഗുലർ പ്ലൂരൽ വേർഡ്. ഓക്കെ, വിമൻ ആണ് ഇതിന്റെ പ്ലൂരൽ വരുന്നത്. വിമൻ കുക്സ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. വിമൻ കുക്കാണ് വരേണ്ടത്. കാരണം വിമൻ പ്ലൂരൽ ആവുമ്പോൾ വെർബും പ്ലൂരൽ വരണം. അത് കുക്കാണ് പ്ലൂരൽ വരുന്നത്. ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കുക്ക് തന്നെയാണ് ആൻസർ. വിമൻ കുക്ക് ഫുഡ് ഇൻ ദ കിച്ചൺ. വിമൻ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബ് വിത്തൗട്ട് എസ് ആണ് വരേണ്ടത്. എ വുമൻ കുക്സ് ഫുഡ് ഇൻ ദ കിച്ചൺ. വിമൻ കുക്ക് ഫുഡ് ഇൻ ദ കിച്ചൺ. ഓക്കെ, പ്ലൂരൽ സബ്ജക്റ്റ് വിമൻ ആയതുകൊണ്ടാണ് കുക്ക് വന്നത്. ഓക്കെ, ദ സ്റ്റുഡൻസ് ഡാഷ് ഫൗണ്ട് ടു ബി ഫ്രീ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ബി. ബിയുടെ കറക്റ്റ് ഫോം ആണ് ഇവിടെ വരേണ്ടത്. സ്റ്റുഡൻസ് ബീയിങ് ആണോ? സ്റ്റുഡൻസ് ബീയിങ് ഫൗണ്ട് ടു ബി ഫ്രീ ആണോ? അല്ല. സ്റ്റുഡൻസ് ബീൻ ഫൗണ്ട് ടു ബി ഫ്രീ ആണോ? അല്ല. ബിയുടെ കറക്റ്റ് ഫോം ഇവിടെ ബീയിങ്ങും ബീനും അല്ല. ഇവിടെ ദ സ്റ്റുഡൻസ് വർ ഫൗണ്ട് ടു ബി ഫ്രീ അല്ലെങ്കിൽ വാസ് ഫൗണ്ട് ടു ബി ഫ്രീ.
വാസ് ആണോ വേർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ ഓബ്വിയസ്ലി വാസ് സിംഗുലർ ആയതുകൊണ്ട് വാസ് വരില്ല, വേറെ വരൂ. ആൻസർ സി ആണ്. കറക്റ്റ് സെന്റൻസ് സ്റ്റുഡൻസ് were found to be free. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ ഫോം ഓഫ് ബി വേർ ആണ് യൂസ് ചെയ്യുന്നത്. വാസും ഈസും സിംഗുലർ ഫോംസ് ആണ്, അതുകൊണ്ട് അത് ഇവിടെ തെറ്റാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നുള്ളതാണ്. ഈ വൺ ഓഫ് മൈ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ ആണ് വരേണ്ടത് നമുക്കറിയാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് ദി സ്കൂൾസ്, വൺ ഓഫ് ദി ഹോസ്പിറ്റൽസ്, വൺ ഓഫ് ദി റോഡ്സ്, അങ്ങനെ വൺ ഓഫ് മൈ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൺ ഓഫ് ദ കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ നൗൺ ആണ് വരേണ്ടത്. പക്ഷേ ഈ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിനെ കളക്റ്റീവ് ആയിട്ട് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഈ വൺ ഓഫ് മൈ സിംഗുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓബിയസ്ലി ഇവിടെ എന്താണ്? ഹാസ് ആണ് വരേണ്ടത്. സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഹാവ് അല്ല, മേ ഹാവ് അല്ല, ആർ അല്ല. അങ്ങനെ വരുമ്പോൾ ആൻസർ ബി അല്ല, എ ആണ് വരേണ്ടത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. വൺ ആണ്, ഫ്രണ്ട്സ് അല്ല സബ്ജക്റ്റ് വരുന്നത്. വൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വെർബും സിംഗുലർ ആയിരിക്കണം, ഹാസ്. വൺ ഓഫ് പ്ലൂറൽ നൗൺ സിംഗുലർ വെർബ് ആണ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ആബ്സെന്റ് ടുഡേ. വൺ ഓഫ് ദ കഴിഞ്ഞ് നമ്മൾ പ്ലൂറൽ നൗൺ കൊടുത്തു, പക്ഷെ വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടേ കണക്ട് ചെയ്യുന്നുള്ളൂ, ഈസ് ആണ് വരേണ്ടത്. ഓക്കെ, വൺ ഓഫ് ദ കഴിഞ്ഞ് അല്ലെങ്കിൽ വൺ ഓഫ് മൈ കഴിഞ്ഞ് വൺ ഓഫ് ദെയർ ഒക്കെ കഴിഞ്ഞ് ഈസും വാസും ഒക്കെയാണ് വരേണ്ടത്. പ്ലൂറൽ കൊണ്ടുവന്ന് ഇടരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സബ്ജക്ട് വെർബ് അഗ്രിമെന്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 50 rupees ഡാഷ് ടു ഹൈ എ പ്രൈസ് ഫോർ ദിസ് പെൻ. 50 rupees എന്ന് പറയുന്നത് ഈ പെന്നിന് കൂടുതൽ വിലയാണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ 50 rupees ഈസ് ഇങ്ങനത്തെ മണി, ടൈം, ഡിസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടേ കണക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ റുപ്പീസ് എന്നല്ലേ പറയുന്നത്, അത് പ്ലൂറൽ അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലൂറൽ വേർബ് അല്ലേ വരേണ്ടത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ ഇങ്ങനെ മണി, ഡിസ്റ്റൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ 50 rupees ഈസ് ടു ഹൈ എ പ്രൈസ് ഫോർ ദിസ് പെൻ എന്നുള്ളതാണ് ആൻസർ വരിക. സോ ബി ആണ് ആൻസർ. 50 rupees ഈസ് ടു ഹൈ എ പ്രൈസ് ഫോർ ദിസ് പെൻ. വെൻ മണി, ഡിസ്റ്റൻസ്, ടൈം അല്ലെങ്കിൽ വെയിറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിംഗിൾ എമൗണ്ട്, ഇറ്റ് ടേക്സ് എ സിംഗുലർ verb. 50 rupees refers to one amount of money. അതുകൊണ്ട് ആസ് ആണ് യൂസ് ചെയ്യുക, ആർ അല്ല. ഓക്കെ, അതാണ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് വെർബ് തമ്മിൽ മാറിപ്പോകരുത്. അതായത് ഏതാണ് സിംഗുലർ വെർബ് ഏതാണ് പ്ലൂറൽ വെർബ് എന്ന് ഓർമ്മയുണ്ടാവണം. ആൻഡ് ഇതിപ്പോൾ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. കോറിലേറ്റീവ്സ് വരുന്ന ഈത് ഓർ നീത് നോർ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് എവിടെയാണ് പ്ലേസ്മെന്റ് വരിക, ആൻഡ് വെർബിനോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ച് വെർബ് മാറുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരുപാട് റൂൾസ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ വരുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, അപ്ലൈ ചെയ്തും കൂടെ പഠിക്കണം. അപ്പൊ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് സെറ്റ് ആക്കാം. ആൻഡ് ആർട്ടിക്കിൾസ് ആണ് നെക്സ്റ്റ് പോകുന്നത്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഇതിനകത്ത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദായാണ്. ഇത്ര അറിഞ്ഞാൽ മതി, നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ആൻഡ് എ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എ യൂസ് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട് വരുന്നിടത്ത്. ഇത്ര നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഒരിക്കലും ആദ്യത്തെ വേർഡ് വവ്വലോ കോൺസണന്റോ ആയതുകൊണ്ട് എയോ ആനോ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ട് എന്ത് രീതിയിലാണോ വരുന്നത്. ഇപ്പൊ വൺ എന്ന് പറയുമ്പോൾ ONE എന്നാണ് എഴുതുന്നത്, ഓ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ സൗണ്ട് വരുന്നത് വായാണ്, വിച്ച് ഇസ് എ കോൺസണന്റ്. അതിന് സിലബിൾ എന്നാണ് നമ്മൾ ഫെനറ്റിക്സിൽ പറയാ. സോ ആ വാ സൗണ്ട് വരുന്നത് കൊണ്ട് അതൊരിക്കലും എന്തല്ല, നമുക്ക് ആൻ യൂസ് ചെയ്യാവുന്ന ഒരു വവ്വൽ സൗണ്ട് ആയി മാറുന്നില്ല. അത് A1 എന്നേ പറയുള്ളൂ, എ വൺ ഐറ്റ് മാൻ. ഓക്കെ, ഒരിക്കലും ആൻ വൺ ഐറ്റ് മാൻ എന്ന് പറയില്ല. യു വരുന്നിടത്ത് എ വരുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് ദ ഫസ്റ്റ് ലെറ്റർ ഇസ്. ആ ലെറ്റർ ഏതാണ് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എന്ത് വെച്ചിട്ടാണ്? അതിന്റെ സൗണ്ട് വെച്ചിട്ടാണ്. സോ ഇത് പ്രൊനൗൺസിയേഷനും കൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വി എൻജോയ് ഡാഷ് ഫൺ. വി എൻജോയ് ഡാഷ് ഫൺ. എന്തോ ഒരു ഫൺ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓക്കെ, അതിനകത്ത് ഞങ്ങൾ ഒരു ഫൺ എൻജോയ് ചെയ്തു എന്നാണോ, ഞങ്ങൾ ഈ ഫൺ എൻജോയ് ചെയ്തു എന്ന് പറയുന്നതിലാണോ അർത്ഥം വരുന്നത്? ഞങ്ങൾ ഈ ഫൺ, ഈ പെർട്ടിക്കുലർ ഫൺ, എന്തോ ഒരു പെർട്ടിക്കുലർ ഫണ്ടിനെ കുറിച്ചാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതായത് ടു എ പെർട്ടിക്കുലർ തിങ് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വി എൻജോയ് ദ ഫൺ ആണ്. വി എൻജോയ് എ ഫൺ അല്ല, ആൻ ഫൺ എന്തായാലും അല്ല, ഫോർ ഫൺ അതൊരു പ്രിപ്പോസിഷൻ ആണ്, അതുമല്ല. ഓക്കെ, ദ ഫൺ ആണ് വരിക. വി എൻജോയ് ദ ഫൺ. ദ ഈസ് യൂസ്ഡ് ഫോർ സംതിങ് സ്പെസിഫിക്. അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ, അമേരിക്ക ഇസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. ആർട്ടിക്കിൾസിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ഒരു റൂൾ ആണ്. സൂപ്പർലാറ്റീവ് ഡിഗ്രി വരുമ്പോൾ റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ്. റിച്ചസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലാറ്റീവ് ഡിഗ്രി ആണ്. സൂപ്പർലാറ്റീവ് ഡിഗ്രി വരുമ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ദ ആണ് യൂസ് ചെയ്യുക.
സോ ദ റിച്ചസ്റ്റ് കൺട്രി എന്നുള്ളതാണ് കറക്റ്റ് ഫോം. അമേരിക്ക ഇസ് ദ റിച്ചസ്റ്റ് കൺട്രി. വി യൂസ് ദ വിത്ത് സൂപ്പർലാറ്റീവ് അഡ്ജക്റ്റീവ്സ്. റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ്, അത്രേ ഉള്ളൂ. ഇനി ശ്രീലങ്ക ഇസ് ഡാഷ് ഐലൻഡ്. ശ്രീലങ്ക ഇസ് ഡാഷ് ഐലൻഡ്. ശ്രീലങ്ക ഒരു പർട്ടിക്കുലർ ഐലൻഡിനെ, അതായത് ഇതിനകത്തൊരു സ്പെസിഫിസിറ്റി ഒന്നും വരുന്നില്ലാത്തത് കൊണ്ട് ദ വരുന്നില്ല. ശ്രീലങ്ക ഒരു ഐലൻഡ് ആണ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ എ വരുമോ ആൻ വരുമോ എന്നുള്ളതാണ് സംശയം. ഇതിനകത്ത് ഐലൻഡ് ആൻ ഐലൻഡ് തന്നെയാണ്. ഐലൻഡ് എന്നാണ് പറയുന്നത്. അതിനകത്ത് സൗണ്ട് വരുന്നത് വോവൽ സൗണ്ട് ആണ്. ഐ ആണ് വരുന്നത്. എ ഇ ഐ ഒ യുലെ ഐ വരുന്നത് കൊണ്ട് അവിടെ ആൻ ആണ് വരുന്നത്. വിച്ച് മീൻസ് ബി ആണ് ആൻസർ വരുന്നത്. ശ്രീലങ്ക ഇസ് ആൻ ഐലൻഡ്. അത്രേ ഉള്ളൂ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഈസ് ഡാഷ് യൂറോപ്യൻ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആണ്. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ സൗണ്ട് വരുന്നത് എന്താ? യു ആണ്. യു വവൽ സൗണ്ട് ആണോ? അല്ല. അങ്ങനെ വരുമ്പോൾ എ യൂറോപ്യനെ വരുള്ളൂ. അവൻ ഒരു യൂറോപ്യൻ ആണ് എന്നാണ് പറയുന്നത്. അവിടെ വേറെ സ്പെസിഫിസിറ്റി ഒന്നും വരാത്തത് കൊണ്ട് ഡെഫിനറ്റ് ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അപ്പൊ എ യൂറോപ്യൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഹി ഈസ് എ യൂറോപ്യൻ. ഈ യു സൗണ്ട് ഇതാണ് സിലബിൾ വരുന്നത്. വി യൂസ് എ നോട്ട് ആൻ. ഓക്കെ, ആർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട്, നോട്ട് ജസ്റ്റ് ദ സ്പെല്ലിംഗ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് എ യൂറോപ്യൻ, എ യൂണിവേഴ്സിറ്റി, ആൻ അംബ്രല്ല, ആൻ അവർ. ഓക്കെ, ആൻ അവർ ആണ്, എ അവർ അല്ല. എച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ലോജിക്ക് വെച്ചാണെങ്കിൽ, കോൺസണന്റിന്റെ ലോജിക്ക് വെച്ചാണെങ്കിൽ അത് കോൺസണന്റ് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എ അല്ലേ വരേണ്ടതെന്ന് ചോദിക്കാം. അല്ല, അവർ എന്നാണ് പറയാ, ഹവർ എന്നല്ല. അതുകൊണ്ടാണ് ഇവിടെ വരേണ്ടത്, ഇവിടെ ഇത് വരുന്നത്. ആൻഡ് ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്ന, ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുമ്പോൾ വരുന്ന ലോജിക്ക് തന്നെയാണ് അവരിലും വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ വുമൻ യു സോ വിത്ത് മീ യെസ്റ്റർഡേ ഇസ് ഡാഷ് ആൻഡ് ഓഫ് മൈൻ എന്നാണ്. ഇവിടെ ആൻ വരണോ? അതായത് ഓൺട്ട് ആണ്. അതിനകത്ത് ആൻ വരാം. എയും ആനും തമ്മിലാണ് കോമ്പറ്റീഷൻ എങ്കിൽ ആനേ വരൂ. ആർട്ടിക്കിൾ എന്തായാലും വേണം. അവിടെ ആർട്ടിക്കിൾ ഇല്ലാതെ പറ്റില്ല. എ വേണോ ദ വേണോ എന്നാണ്. എന്റെ കൂടെ നിങ്ങൾ ഇന്നലെ കണ്ട സ്ത്രീ എന്ന് പറയുന്നത് എന്റെ ഒരു ആന്റി ആണ് എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. ആൻ ആൻഡ് ഓഫ് മൈനേ വരൂ. ദ ആൻഡ് ഓഫ് മൈൻ എന്ന് പറയേണ്ട കാര്യമില്ല അവിടെ. The woman you saw with me yesterday is an aunt of mine. We say an aunt because aunt begins with vowel sound. Okay, the അല്ല അവിടെ വരേണ്ടതെന്ന് ഓർത്തു വെച്ചാൽ മതി. എ വരില്ല എന്ന് നിങ്ങൾക്കറിയാം. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. I am meeting him after dash year. ഇതിനകത്ത് വേറെ ഇയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇയർ എന്നല്ലേ പറയുന്നത്. ഇ അല്ലേ ഫസ്റ്റ് സൗണ്ട്. അപ്പൊ അത് വവൽ സൗണ്ട് അല്ലേ എന്നാണ്. അല്ല, വൈ വെച്ചാണ് തുടങ്ങുന്നത്. ഇയർ എന്നാണ് പറയാ, ഇയർ എന്നല്ല. ഓക്കെ, ഇയർ ഫെനറ്റിക്സിന്റെ റൂൾസ് വെച്ച് ഇയർ എന്നാണ് പറയാ. അപ്പൊ അവിടെ വൈ ആണ് സൗണ്ട് വരുന്നത്. അതുകൊണ്ട് എ ഇയർ തന്നെയാണ്, ആൻ ഇയർ അല്ല. ഓക്കെ, ഐ ആം മീറ്റിംഗ് ഹിം ആഫ്റ്റർ എ ഇയർ. വൈ സൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൺ ദ വേ ടു എയർപോർട്ട് വി മെറ്റ് ഡാഷ് വൺ ഐഡ് മാൻ. എന്ത് വൺ ഐഡ് മാനെയാണ് കണ്ടത്? എ ആണോ ആൻ ആണോ ദ ആണോ? ദ അല്ല വരാ. അവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. വി മെറ്റ് എ അല്ലെങ്കിൽ ആൻ, ഈസും അല്ല. വൺ ഐഡ് മാൻ, ഇതും ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആണ്. നമ്മൾ ഒ എൻ ഇ എന്ന് എഴുതുമ്പോൾ വവ്വല് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആൻ അല്ലേ വരേണ്ടത് എന്ന് തോന്നാം. അല്ല, വൺ എന്ന് പറയുമ്പോൾ സൗണ്ട് വരുന്നത് വ ആണ്. അതുകൊണ്ട് എ വൺ നൈറ്റ് മാൻ ആണ്, ആൻ വൺ നൈറ്റ് മാൻ അല്ല. ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓൺ ദ വേ ടു ദ എയർപോർട്ട് വി മെറ്റ് എ വൺ നൈറ്റ് മാൻ. എ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം വൺ ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് സൗണ്ട് വ. Okay, articles depend on sound, not just the first letter. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. I like dash blue t-shirt over the better than dash red one. അവിടെ ഞാൻ കണ്ട ബ്ലൂ ടീഷർട്ട് ആണ് എനിക്ക് റെഡ് ടീഷർട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ബ്ലൂവും റെഡും അവൻ കണ്ട രണ്ട് ടീഷർട്ടിനെ അവൻ സ്പെസിഫൈ ചെയ്താണ് പറയണത്. അവിടെ ഞാൻ കണ്ട ആ റെഡ് ടീഷർട്ട്, ആ ബ്ലൂ ടീഷർട്ടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ റെഡ് ടീഷർട്ട് ആണ്, അല്ലെങ്കിൽ റെഡ് ടീഷർട്ടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ ടീഷർട്ട് ആണ് എന്ന് പറയുമ്പോൾ അവൻ ദ റെഡ് ബ്ലൂ ടീഷർട്ടും ദ റെഡ് ടീഷർട്ടും ആണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് രണ്ടും ദ വരണം. ദ ആണ് അവിടെ ആൻസർ വരുന്നത്. I like the blue t-shirt over the better than the red one. Definite article യൂസ് ചെയ്തേ പറ്റൂ. അത്രേ ഉള്ളൂ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആർട്ടിക്കിൾ 2020 ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരുപാട്, അതായത് യൂറോപ്യൻ വന്നപ്പോ അവിടെ പ്രശ്നം വരാം, ഇയർ വന്നപ്പോ അവിടെ പ്രശ്നം വരാം, വൺ ഐഡ് മാൻ വന്നപ്പോൾ അവിടെ പ്രശ്നം വരാം, അവർ വന്നപ്പോ അവിടെ പ്രശ്നം വരാം. ഓക്കെ, ഇങ്ങനത്തെ എടുത്തിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ട റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ലെറ്റർ എന്താണ് എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ അതിന്റെ സൗണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയായിരിക്കണം നിങ്ങളുടെ ആൻസർ പോകുന്നത്. ഓക്കെ, ഇത്രയും റൂൾസും
സെറ്റ് ആണെങ്കിൽ ആർട്ടിക്കിൾസ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ഇപ്പോൾ സൂപ്പർലാറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നിടത്ത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ വരണം എന്ന് പറയുന്നത് റൂളാണ്. അതറിയാമെങ്കിൽ അതറിയാം, അത് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ അവിടെ ഇരുന്ന് വായിച്ച് ഇതിന് പറയുമ്പോൾ സുഖം ഏതാണ് എന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ തെറ്റാനായിട്ടൊരു 50% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, പഠിച്ചു തന്നെ ചെയ്യാം. ഈസിയാണ് ആർട്ടിക്കിൾസും സബ്ജക്ട് വെർബ് എഗ്രിമെന്റും. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. കുറച്ചധികം റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒന്ന് ഓർഡർ ആക്കി എഴുതി പഠിച്ച് അതിന്റെ എക്സാമ്പിൾസും കൂടെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ആർട്ടിക്കിൾസും സബ്ജക്ട് വെർബ് എഗ്രിമെന്റും ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.